ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വെണ്ണ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. വെണ്ണ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മാസമായിട്ട് കളക്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പാൽപ്പാടയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കാരണം താഴത്തെ തട്ടിൽ വെച്ചാൽ ചിലപ്പോൾ സ്മെല്ല് വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനായിട്ട് കുറച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കുന്നു. അതിനകത്തേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കുക. തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് വെണ്ണ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് സാധിക്കും. നമ്മൾ ചൂടുള്ള സമയത്താണെങ്കിലും നല്ല ഐസ് വാട്ടർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ 1 2 3 പ്രാവശ്യം നമ്മൾ തുറന്നു നോക്കി ചെയ്യുക. പെട്ടെന്ന് ആവില്ല, കുറച്ച് സമയം എടുക്കും. ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് നേരെ ആ വെണ്ണ ഞാനൊരു മൺപാത്രത്തിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. അപ്പം മൺപാത്രത്തിൽ നമ്മൾ ഐസ് വാട്ടർ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വെണ്ണ നമുക്കിങ്ങനെ ഉരുകിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളത് മൺപാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ. ഇപ്പോൾ ഈ ബാക്കി വന്നിരിക്കുന്ന ആ ഒരു വൈറ്റ് കളറിൽ ബട്ടർ മിൽക്ക് നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് തൈരും കൂടെ ഒഴിച്ച് വെച്ചാൽ പുളി ഉണ്ടാകും. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ചിലരാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നതിന് 2 ദിവസം മുന്നേ തന്നെ ഇതിൽ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഈ ബട്ടർ മിൽക്ക് കിട്ടുന്ന ബട്ടർ മിൽക്കിന് കുറച്ചൊരു പുളി ഉണ്ടാകും. പക്ഷെ ഞാനിതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ ഒരു സമയത്തും വീണ്ടും നമ്മൾ കുറച്ച് പാൽപ്പാട ഇടുന്നു, വെള്ളം ഒഴിക്കുന്നു, വീണ്ടും ഇത് തന്നെ കറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാനൊരു 3 4 5 പ്രാവശ്യത്തെ ഒരു പ്രോസസ്സിന് ശേഷം എനിക്ക് ഇത്രയും വെണ്ണ കിട്ടിയൊരു 4 വലിയ ബോൾസ് പോലത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ കയ്യിൽ കുറച്ച് പാൽപ്പാട ഉണ്ടായിരുന്നത് ഞാൻ തലേ ദിവസം തന്നെ വെണ്ണയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ചെയ്യാനിരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ 2 ദിവസമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഉണ്ടാക്കിയ വെണ്ണ നമ്മൾ 2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഐസ് വാട്ടറിൽ തന്നെ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അല്ലെങ്കിൽ നമ്മളിത് നെയ്യ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി പോകും. പിന്നെ കയ്യിൽ പറ്റിയതൊക്കെ നമ്മൾ ചുണ്ടിലൊക്കെ തേച്ചു ഒരു മോയ്സ്ചറൈസറായിട്ട് അത് നല്ലതാണ്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചെറിയൊരു ഉപ്പ് ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.